മരണം എന്നുള്ളത് വെറും ഒരു സങ്കല്പം മാത്രമാണ് എന്ന ആശയത്തോടു കൂടിയാണ് നമ്മൾ ഇന്നലെ അവസാനിപ്പിച്ചത്. മരണത്തിൽ ദുഃഖിക്കുന്നവൻ മൂഢനാണ്, ബുദ്ധിശൂന്യനാണ്. എന്തുകൊണ്ടെന്നാൽ ഒന്നും മരിക്കുന്നില്ല, ആത്മാവിന് മരണമില്ല. ജഡം മരിക്കുന്നു എന്ന് കരുതുന്നതിൽ എന്തെങ്കിലും അപാകതയുണ്ടോ എന്ന് ചോദിച്ചാൽ, ജഡത്തിന് ജീവനില്ലല്ലോ. ജീവനില്ലാത്തതിനെയാണല്ലോ ജഡമെന്ന് പറയുന്നത്. ഇനി അത് മരിക്കേണ്ട കാര്യമുണ്ടോ? കല്ല് ചത്തുപോയി, മണ്ണ് മരിച്ചുപോയി, ചെളി ഊർധ്വശ്വാസം വലിക്കുന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമോ? ജീവനുള്ളതിന് മാത്രമേ ഉള്ളൂ സുഖദുഃഖങ്ങളും ജനന മരണങ്ങളും ജീവിതവും. ജഡത്തിനൊന്നുമില്ല. ജഡത്തെ ബോധമുണ്ട് എന്ന് അംഗീകരിച്ചാലേ അതുള്ളൂ. ജഡത്തിന് സ്വയം ജഡമില്ല. ബോധം അങ്ങനെയല്ല. ബോധത്തിന് സ്വയം ഞാനുണ്ട് എന്നുള്ള അറിവുമുണ്ട്, ജഡത്തെ ഉണ്ട് എന്ന് അത് അംഗീകരിക്കുകയും ചെയ്യുന്നു. ജഡത്തെ സത്യമായി അംഗീകരിച്ചാൽ ആ ജീവൻ ദുഃഖിക്കും. ജഡത്തെയും ബോധമായി കണ്ടാൽ ആ ജീവൻ സുഖിക്കും. എന്ത് വേണമെന്ന് നിങ്ങളുടെ തീരുമാനത്തിന് വിട്ടു തന്നിരിക്കുന്നു. ജഡം ഇല്ല. ജഡമായി കാണപ്പെടുന്നത് ബ്രഹ്മം തന്നെ, ബോധം തന്നെ. ചിന്മാത്രമേവ പുരുഷഃ ഖവത്സചന നശ്യതി കദാചനാപി തദ്വ്യർത്ഥം എന്നശ്യാമീതി ശോകിത. ചിത്ത് മാത്രമേ ഇവിടെ ഉള്ളൂ. ഈ ജീവനായി പ്രകടമായിരിക്കുന്നത് ആ ചൈതന്യം തന്നെയാണ്. എങ്ങനെയാണോ ആകാശം നശിക്കാതെ എല്ലാറ്റിനും ഇടമരുളിക്കൊണ്ട് കഴിയുന്നത്, സ്ഥിതി ചെയ്യുന്നത്, അതുപോലെ ഈ ആത്മാവ് നശിക്കുന്ന ജഡങ്ങൾക്ക് അധിഷ്ഠാനമായി വർത്തിക്കുന്നു. അത് നശിക്കുന്നില്ല. അതിൽ ഉണ്ടെന്ന് തോന്നുന്ന കാഴ്ചകൾ മാത്രമാണ് ജഡങ്ങൾ. കാഴ്ചകൾ പ്രകടമാകുന്നു, പൊലിഞ്ഞു പോകുന്നു. അതിനെന്താ? സ്വപ്നം പോലെ. ഇനിയാണ് അമരത്വത്തിൻ്റെ ഗീതം. മരണമില്ലായ്മയെക്കുറിച്ചുള്ള കുറേ ശ്ലോകങ്ങളാണ്. ഈ സർഗത്തിൻ്റെ പേര് തന്നെ പരമോപദേശം എന്നാണ്. എന്താണ് പരമോപദേശം? മരണമില്ല എന്നുള്ളതാണ് പരമോപദേശം. അല്ല, ആത്മാവ് മാത്രമേ ഉള്ളൂ എന്നുള്ളതല്ലേ ശരിക്കുള്ള പരമോപദേശം. മരണമില്ല എന്നുള്ള അറിവ് തന്നെയാണ് ആത്മജ്ഞാനം. ഞാൻ മരിക്കുന്നില്ല എന്ന അറിവ്. ദേഹാന്തരപ്രാപ്തൗ നവയേവ മഹോത്സവഃ മരണാത്മനി കിം മൂഢ ഹർഷസ്ഥാനേ വിഷീദഥ. ദേഹാന്തരപ്രാപ്തൗ, ഒരു ദേഹത്തിൽ നിന്ന് മറ്റൊരു ദേഹത്തിലേക്കുള്ള പോക്കിനെയാണ് അജ്ഞാനികൾ മരണം എന്ന് കരുതുന്നത്. ഒരാൾ ഒരു സ്ഥലത്തു നിന്നും വേറൊരു സ്ഥലത്തേക്ക് മാറിപ്പോകുന്നു. സ്ഥലം മാറ്റം കിട്ടി. അയാളുടെ കുടുംബവും കൂടും കുടുക്കയും എല്ലാം എടുത്തുകൊണ്ട് അയാൾ വേറൊരു സ്ഥലത്തേക്ക് മാറിപ്പോകുന്നു. അതിൻ്റെ അർത്ഥം അയാൾ ചത്തുപോയി എന്നാണ്? അങ്ങനെയല്ല. ഇവിടെ താമസിച്ചിരുന്ന, ഈ വീട്ടിൽ കഴിഞ്ഞിരുന്ന, അല്ലെങ്കിൽ ഈ നഗരത്തിൽ കഴിഞ്ഞിരുന്ന വ്യക്തി മറ്റൊരു സ്ഥലത്തേക്ക് പോയി. അതിനെന്താ? അയാൾക്ക് ഒരു കുഴപ്പവും ഇല്ലാത്തത് കൊണ്ടാണല്ലോ അയാൾക്ക് ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ കഴിഞ്ഞത്. ഇവിടെ വെച്ച് തന്നെ അയാൾ ചത്തുപോയിരുന്നെങ്കിൽ അയാൾ എങ്ങനെ സ്ഥലം മാറിപ്പോകും? ഒരു ശരീരത്തെ ഉപേക്ഷിച്ച് മറ്റൊരു ശരീരത്തിലേക്ക് കടക്കുന്നു ഈ ആത്മാവ്. അതാണ് ദേഹാന്തരപ്രാപ്തി എന്ന് പറയുന്നത്. ഇതേ വാക്ക് തന്നെയാണ് കൃഷ്ണൻ ഗീതയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാന്യന്യാനി സംയാതി നവാനി ദേഹി. ഇതേ ആശയമാണ്. പക്ഷേ തഥാ ദേഹാന്തരപ്രാപ്തൗ ധീരസ്തത്ര ന മുഹ്യതി. ഒരു ശരീരത്തെ വിട്ട് വേറൊരു ശരീരത്തിലേക്ക് ഒരു ജീവൻ യാത്രയാകുമ്പോൾ ധീരന്മാർ ദുഃഖിക്കുന്നില്ല. ഈ മരിക്കുന്ന വ്യക്തി ഭീരുവാണെങ്കിൽ അയാൾ തീർച്ചയായും ഭയപ്പെടും, മരണത്തെ ദുഃഖിക്കുകയും ചെയ്യും. അത് കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റു വ്യക്തികളെയും മരണഭയം ഗ്രസിക്കും. ഒരാൾ മരിച്ചുപോയി എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ
അത് നമ്മുടെ അടുത്ത പരിചയക്കാരനാണെങ്കിൽ, അല്ലെങ്കിൽ ബന്ധുവാണെങ്കിൽ, സുഹൃത്താണെങ്കിൽ നമ്മളൊന്ന് ഞെട്ടും. നമ്മളൊന്നും മന്ത്രിമാരല്ലെങ്കിലും ഞെട്ടാറുണ്ട്. മന്ത്രിമാരാണ്, ഓ ഞാൻ ഞെട്ടിപ്പോയി അദ്ദേഹത്തിൻ്റെ മരണവാർത്ത കേട്ടിട്ട്. എന്തിനാണോ എന്തോ അവർക്ക് ഈ ഞെട്ടലുണ്ടാവുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല. ചുമ്മാ പറയുകയാണ്. ഇതുപോലെ വേറെ ചില വാക്കുകളുണ്ട്, എനിക്ക് ചൊറിഞ്ഞുകൊണ്ട് വരുന്ന ചില വാക്കുകളുണ്ട്. നികത്താൻ പറ്റാത്ത വിടവ്, നികത്താൻ പറ്റാത്ത നഷ്ടം, അങ്ങനെ ഒന്നുമില്ല ഇവിടെ. ഇവിടെ നഷ്ടമേ ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തോന്നാണ് നികത്താൻ പറ്റുന്ന നഷ്ടവും പറ്റാത്ത നഷ്ടവും? സാംസ്കാരിക കേരളത്തിൽ ഒരു വലിയ വിടവ് സൃഷ്ടിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മരണം. ചുമ്മാ എന്തെങ്കിലും പറയുക. നല്ല വാക്ക് പറഞ്ഞോളൂ നിങ്ങൾ. നല്ല വ്യക്തിയായിരുന്നു, അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ കുറേ പേർക്ക് കൂടെ പ്രയോജനപ്പെട്ടേനെ, അങ്ങനെയൊക്കെ പറഞ്ഞോളൂ. ഈ നികത്താനാവാത്ത നഷ്ടം, അങ്ങനെയുള്ള വാക്ക്, ഇതൊക്കെ കുറേ സ്റ്റാൻഡേർഡ് വാക്കുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് മന്ത്രിമാരുടെ PA എഴുതി കൊടുക്കും, മന്ത്രിമാർ പത്രക്കുറിപ്പ് ഇറക്കുകയും ചെയ്യും. ഇതൊക്കെ വെറുതെയാണ്, തന്നെയും പറ്റിച്ച് മറ്റുള്ളവരെയും പറ്റിക്കലാണ്. എന്തിനീ കാപട്യം? ആർക്കു വേണ്ടി? തഥാ ദേഹാന്തരപ്രാപ്തൗ ധീരസ്തത്ര ന മുഹ്യതി. എനിക്ക് അതിൻ്റെ ആദ്യത്തെ വരി ഓർമ്മ വരുന്നില്ല. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഗീതാ ശ്ലോകമാണ്. വിട്ടേക്കാം. ആ ദേഹാന്തരപ്രാപ്തൗ എന്നുള്ള വാക്ക് അതുപോലെ വസിഷ്ഠ മഹർഷി പ്രയോഗിക്കുകയാണ്. ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് കടക്കുന്ന ജീവൻ്റെ പ്രവൃത്തിയാണ് മരണം. അത് വലിയ ഒരു ആഘോഷമാണ് എന്ന് ഇങ്ങനെ വേറെ ആരും പറഞ്ഞിട്ടുണ്ടാവില്ല. ആരെങ്കിലും പറഞ്ഞാൽ അയാൾ തല്ലുകൊണ്ട് ഇല്ലാതെയാവും, ഉറപ്പാണ്. ഇവിടെ ഒരു മരണം സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ആ ജയേന്ദ്ര ഭവനത്തിൻ്റെ തൊട്ടടുത്ത വീട്ടിലെ അവിടെ ഒരു വയസ്സായ അമ്മ ഉണ്ടായിരുന്നു, മരിച്ചുപോയി. ഒരു കുഴപ്പമില്ല. ഇന്നലെ 3:30-ക്കോ 4 മണിക്കോ ആയിരുന്നു സംഭവം. കുട്ടികളെല്ലാം അടുത്തുണ്ടായിരുന്നു. ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞു. എല്ലാവരും അടുത്ത് കൂടി. അങ്ങനെ ഇരുന്നു. രാമനാമം ചൊല്ലിക്കൊണ്ടാണ് ശരീരം വെടിഞ്ഞത്. നല്ല ജീവൻ അല്ലെങ്കിൽ പുണ്യം ചെയ്ത ജീവൻ എന്നൊക്കെ മറ്റുള്ളവർ പറയുന്നു. ശരിയുമാവാം, അതൊന്നും ഇല്ല എന്ന് പറയുന്നില്ല. ഈശ്വര സ്മരണയോടുകൂടി ശരീരം ത്യജിക്കാൻ കഴിയുന്നത് വളരെ നല്ലതാണ്. ഭാഗവതത്തിൽ ശുകമഹർഷി പരീക്ഷത്തിനോട് പറയുകയാണ്. പരീക്ഷത്തിൻ്റെ ഒരു ചോദ്യത്തിന് മറുപടി എന്നോണമാണ് ശുകമഹർഷി പറയുന്നത്. പരീക്ഷത്തിൻ്റെ ചോദ്യം ഇതായിരുന്നു: സദാ മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ അവൻ്റെ മരണസമയം അടുക്കുമ്പോൾ എന്ത് ചെയ്യണം? ഈ ചോദ്യം നല്ലതുപോലെ മനസ്സിലാക്കുക. സദാ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അയാളുടെ മരണസമയം അടുക്കുമ്പോൾ എന്ത് ചെയ്യണം? സദാ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതാണ് നമ്മുടെ മരണസമയം എന്നെങ്ങനെ പറയാൻ പറ്റും? എപ്പോൾ വേണമെങ്കിലും കാറ്റ് പോകാം. ദുർഗാനന്ദ സ്വാമി പറയുന്ന പോലെ പോണ പോക്കിൽ വെടിതീരാം. ടയറാണ് ഇത്, ടയറ് പഞ്ചറാവാൻ എപ്പോൾ വേണമെങ്കിലും പഞ്ചറാവാം, അതിനുള്ള സാധ്യതയുണ്ട്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇന്നേ വരെ മരിച്ചവരാരും അവർ മരിച്ചു പോകും എന്നുള്ള കാര്യം അറിയാതെയാണ് ഈ ലോകം വിട്ടുപോയിട്ടുള്ളത്. നാളെ ഞാൻ മരിക്കുമെന്നോ അല്ലെങ്കിൽ 10 കൊല്ലത്തിന് ശേഷം മരിക്കുമെന്നോ, എനിക്ക് മരണമില്ല എന്ന രീതിയിലാണ് ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് സത്യം. നമുക്ക് മരണമില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ ആത്മാവാണ്. പിന്നെ ഈ ശരീരവുമായി ബന്ധപ്പെടുമ്പോഴാണ് ആ ശരീരത്തിന് നാശമുണ്ടാകുന്നു, പലരും മരിക്കുന്നതായി നമ്മൾ കാണുന്നു. അപ്പോഴാണ് നമ്മെ മരണഭയം പിടികൂടുന്നത്. അല്ലാതെ നമ്മൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കാറേ ഇല്ല. എന്തുകൊണ്ടെന്നോ, നമ്മുടെ സ്വരൂപത്തിൽ മരണമില്ല. മരണം എന്നത് ആത്മാവിന് ഇല്ല. അത് അമരമായ സത്യമാണ്. അപ്പോൾ ഈ ഒരു ശരീരത്തെ ഉപേക്ഷിച്ച് ജീവൻ മറ്റൊരു ശരീരത്തിലേക്ക് കടക്കുമ്പോൾ അതൊരു പുതിയ ഉത്സവമാണ്. ഉത്സവമല്ല, മഹോത്സവം. ആഘോഷിക്കേണ്ടതാണ് എന്നാണ്. മരിച്ച വീട്ടിൽ
ആ അനുശോചനം അറിയിക്കാൻ വരുന്നവർക്കൊക്കെ ഓരോ ഗ്ലാസ് പാലട പ്രഥമൻ സപ്ലൈ ചെയ്യേണ്ടതാണ്. എന്നെ എല്ലാവരും കൂടെ എടുത്തിട്ട് അടിച്ച് കൊല്ലരുത് കേട്ടോ. വസിഷ്ഠ മഹർഷി ഉത്സവമായി ആഘോഷിക്കണം മരണത്തെ എന്നാണ് പറയുന്നത്. ഞാൻ കുറച്ചുകൂടെ പൊലിപ്പിച്ച് പറഞ്ഞു, പാലട പ്രഥമൻ കൂടെ കൊടുക്കണമെന്ന് പറഞ്ഞു. അല്ല, ബാലകൃഷ്ണൻ നായർ സാർ എന്താ പറഞ്ഞു, എന്താ ചെയ്തത്? അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചിട്ട് സഞ്ജയനത്തിൻ്റെ എന്നല്ലേ ഈ ഇഡ്ഡലിയും സാമ്പാറും എന്നാണ്, സഞ്ജയനത്തിനല്ലേ? ആ, സഞ്ജയനത്തിന് ആൾക്കാരൊക്കെ വന്നപ്പോൾ ആൾക്കാർക്കൊക്കെ സാറിൻ്റെ മുഖത്ത് നോക്കാൻ വലിയ സങ്കടം. പാവം, ഭാര്യയെ നഷ്ടപ്പെട്ട ഒരു വിഭാര്യൻ, കഷ്ടം, ഇനി എങ്ങനെ ജീവിക്കും? അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി അദ്ദേഹത്തെ വിട്ടുപോയില്ലേ? വളരെ ദുഃഖം. ദുഃഖമൊന്നുമില്ല, ചുമ്മാ മുഖത്തൊരു ദുഃഖഭാവമൊക്കെ ആയിട്ട് സാറിൻ്റെ മുഖത്ത്. സാറ് പറഞ്ഞു, എല്ലാവരും സന്തോഷത്തോടു കൂടി ഇഡ്ഡലി സാമ്പാറും ഒക്കെ കഴിച്ചിട്ട് പോയിട്ടുണ്ട്. ഇവിടെ ആരും മരിക്കുന്നില്ല. മരിച്ച തൻ്റെ സഹധർമ്മിണിയായ സരസ്വതി അമ്മയ്ക്കും അത് ഉറപ്പുണ്ടായിരുന്നു. അനുശോചനം അറിയിക്കാൻ ബാലകൃഷ്ണൻ നായർ സാറിൻ്റെ അടുത്ത് ആൾക്കാരെത്തിയല്ലോ, ആ വ്യക്തിക്കും അത് ഉറപ്പുണ്ടായിരുന്നു. ഇങ്ങനെ വേണം ഓരോ ദമ്പതികളെ ഇവിടെ ജീവിക്കാൻ. ആദർശ ദമ്പതികൾ. ആദർശ ദമ്പതികൾ ആരാന്ന് ചോദിച്ചാൽ, ഭാര്യ ഭർത്താവിനെ നോക്കി പറയണം, എടി നിനക്കും മരണമില്ല എനിക്കും മരണമില്ല. ഭാര്യ ഭർത്താവിനെ നോക്കി പറയണം, എടാ, അല്ല എടാന്ന് പറ, ചേട്ടാ ദേ നോക്കിയേ, എനിക്കും മരണമില്ല അങ്ങേക്കും മരണമില്ല എന്ന് പറയണം. പറയുന്നതെന്ന് പറഞ്ഞാൽ അത് ഉറപ്പ് വന്നിട്ട് പറയണം. പറയുന്നത് ആർക്ക് വേണമെങ്കിലും പറയാം. അപ്പോൾ മരണം ആഘോഷിക്കപ്പെടേണ്ട ഒന്നാണ്. മരണാത്മനിക്കും മൂഢാഹ ഹർഷസ്ഥാനേ വിഷീദത. ആഘോഷിക്കേണ്ട ഒരു സന്ദർഭത്തെ നിങ്ങൾ കരഞ്ഞ് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളെക്കാളും വലിയ മണ്ടന്മാർ വേറെ ആരുണ്ടെന്ന്. ആഹ്ലാദിക്കേണ്ട ഒരു സമയത്ത് കണ്ണീർ വാർത്ത് കരഞ്ഞ് ശോകമൂകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഈ മനുഷ്യരെ ബുദ്ധിമാന്മാർ എന്നെങ്ങനെ അംഗീകരിക്കാൻ പറ്റും? അതുകൊണ്ട് ആഘോഷിക്കേണ്ട സന്ദർഭങ്ങൾ ആഘോഷിക്കുക തന്നെ വേണം. അത് ദുഃഖിക്കേണ്ട സന്ദർഭമല്ല. എന്തായാലും ദുഃഖിക്കേണ്ട ഒരവസരത്തിലാണ്, അല്ല സന്തോഷിക്കേണ്ട അവസരത്തിലാണ് മനുഷ്യർ ദുഃഖിക്കുന്നത്. അതാണ് അവരുടെ മൂഢത എന്ന് പറയുന്നത്. അവർ മൂഢന്മാരാണ് എന്നുള്ളതിൻ്റെ തെളിവ് ഇതാണ്. സന്തപിക്കേണ്ട സമയത്ത് സന്തോഷിക്കുകയും സന്തോഷിക്കേണ്ട സമയത്ത് സന്തപിക്കുകയും ചെയ്യുന്നു. ഇത് ബുദ്ധിയുടെ ലക്ഷണമാണോ? ഒരിക്കലുമല്ല. അതുകൊണ്ട് മരണത്തിൽ ദുഃഖിക്കേണ്ട കാര്യമില്ല. ജീർണദേഹത്യാഗേന നവതര ദേഹപ്രാപ്തി നിമിത്തേ മരണേ ഉപസ്ഥിതേ ഹർഷയേവ ഉചിതഃ ന ശോകഃ ഇത്യാഹ. മിക്കവാറും ആൾക്കാർ വയസ്സായിട്ടാണല്ലോ മരിച്ചു പോകുന്നത്. അപ്പം ശരീരമൊക്കെ ഏതാണ്ട് ജീർണിച്ചു. ആരും തിരിഞ്ഞു നോക്കുന്നില്ല. സ്വന്തം വീട്ടുകാർ പോലും തിരിഞ്ഞു നോക്കുന്നില്ല. വല്ലപ്പോഴും സമപ്രായക്കാരായ സുഹൃത്തുക്കളെ കാണുമ്പോൾ എങ്ങനെയുണ്ട്, സുഖമാണോന്ന്? ഓ അങ്ങനെ പോകുന്നു. എങ്ങനെ പോകുന്നു? അല്ല, എങ്ങനെയാ പോകുന്നത്? ദുഃഖവും വിഷമവും ഭയവും ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. അതാണ് ഉദ്ദേശിക്കുന്നത്. ശരീരമോ ജീർണിച്ചു. ആ ജീർണിച്ച ദേഹത്തെ ത്യജിച്ച് പുതിയ ഒരു ശരീരം നേടാനായിട്ടാണ് ഒരു ജീവൻ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. നമ്മൾ ഓണക്കോടിയും ദീപാവലി കോടിയും ഒക്കെ എടുക്കാറില്ലേ? അതൊക്കെ ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ വരുമ്പോഴാണ്. പഴയ വസ്ത്രങ്ങൾ മാറ്റിയിട്ട് പുതിയ വസ്ത്രങ്ങൾ അണിയുക എന്നുള്ളത്. പുതിയ ഒരു ശരീരം, ഫ്രഷായത്. അങ്ങനെ ഒരു ശരീരം നേടാനായി ഒരു ജീവൻ ശരീരത്തെ ഉപേക്ഷിച്ച് പോകുമ്പോൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? ഓണക്കോടി എടുക്കാൻ പോവുകയാണ് അയാൾ, സന്തോഷിക്കുകയല്ലേ വേണ്ടത്? പുതിയ ശരീരം കിട്ടിയാൽ അതിൽ ദുഃഖിക്കാൻ എന്തിരിക്കുന്നു?
നവതരദേഹപ്രാപ്തി നിമിത്തെ, ഇവിടെ നിന്ന് മരിച്ചാലേ പുതിയ ഒരു ശരീരം കിട്ടും. ഈ ശരീരത്തിൽ കഴിയുന്നിടത്തോളം കാലം പുതിയ ശരീരം ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അപ്പം അങ്ങനെയുള്ള ഒരു സുവർണാവസരം ഒരു ജീവന് കൈവരുമ്പോൾ ആ ജീവനും ആ ജീവനെ ചുറ്റിയിരിക്കുന്ന മറ്റുള്ളവരും സന്തോഷിക്കുകയല്ലേ വേണ്ടത്? എന്തിനാണ് ഇവർ ദുഃഖിക്കുന്നത് എന്നാണ്. മരണേ ഉപസ്ഥിതേ ഹർഷയേവ ഉചിതഃ. അവിടെ സന്തോഷമാണ് പ്രകടമാകേണ്ടത്, സന്തോഷിക്കേണ്ട സന്ദർഭമാണ്. ന ശോകഃ, അവിടെ ഒരിക്കലും ശോകമുണ്ടാവരുത്, ദുഃഖിക്കേണ്ട ഒരു അവസരമല്ല അത്. ഇനിയും പറയുന്നു, നോക്കിക്കൊള്ളൂ. എന്തായാലും ലാഭം ലാഭം ലാഭത്തോട് ലാഭമാണ് മരണത്തിൽ. നമ്മൾ മരണം എന്ന് പറയുന്നത് വലിയ ഒരു നഷ്ടമാണ് എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് ദുഃഖിക്കുന്നത്. എന്തായാലും ലാഭമാണ്. നഷ്ടമെന്നുള്ളത് ഇല്ലേ ഇല്ല. നമുക്ക് ഇവിടെ ഒന്നും നഷ്ടപ്പെടാനില്ല. എന്തുകൊണ്ടെന്നറിയാമോ? നമ്മൾ വരുമ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല. നമ്മൾ വരുമ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല. ഇനി ജനിക്കുമ്പോഴെങ്കിലും ഒരു ശരീരത്തോടു കൂടിയാണ് നമ്മൾ ഈ ലോകത്തേക്ക് വന്നത്. ആ ശരീരത്തെ മാത്രമേ നമ്മൾ ഇവിടെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നുള്ളൂ. അല്ലാതെ വേറെ ഒരു നഷ്ടവുമില്ല. ഈ ശരീരം നമ്മുടേതല്ല, പഞ്ചഭൂത സംഘാതമാണ് ഈ ശരീരം. 5 ആളുകളുടെ കയ്യിൽ നിന്നും 20% വീതം നിക്ഷേപം സ്വീകരിച്ച് നടത്തുന്ന ഒരു ബ്ലേഡ് കമ്പനിയാണ് ഈ ശരീരം എന്ന് പറയുന്നത്. പഞ്ചഭൂതങ്ങൾ ഓരോന്നിൽ നിന്നും 20% 5-1 വീതം പഞ്ചഭൂതങ്ങളിൽ നിന്ന്. ഈ പഞ്ചഭൂതങ്ങൾ ചേർന്നതാണല്ലോ ഏത് ജീവിയുടെയും ശരീരം. അപ്പോൾ വാങ്ങിച്ചത് നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമല്ലേ? അഗ്നിയുടെ വീതം അദ്ദേഹത്തിന് കൊടുക്കുക, ജലത്തിൻ്റെ വീതം ജലത്തിന് കൊടുക്കുക, ഭൂമിയുടെ അംശം അതിന് നൽകുക. ഇങ്ങനെ പഞ്ചഭൂതങ്ങളുടെ കയ്യിൽ നിന്ന് സ്വീകരിച്ച ഓഹരികളെ അല്ലെങ്കിൽ അവയുടെ നിക്ഷേപങ്ങളെ അവർക്ക് മടക്കി കൊടുക്കുന്നതിൽ എന്തിനാണ് ദുഃഖിക്കുന്നത്? അത് ദുഃഖിക്കാൻ കാരണം എന്തെന്നറിയാമോ? ചിലർക്ക് അങ്ങനെയാണ്. ഇപ്പം ബ്ലേഡ് കമ്പനിയും മറ്റുമൊക്കെ നടത്തുന്നവർ, കുറേ നിക്ഷേപകർ അവരുടെ സ്ഥാപനത്തിൽ പണം നിക്ഷേപിക്കുമ്പോൾ ഇതെല്ലാം കൂടെ കാണുമ്പോൾ അയാളുടെ ഒരു വിചാരം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം എനിക്ക് സ്വന്തമാണെന്ന്. ബാങ്കിലെ കാഷ്യർ ആ ക്യാഷ് ചെസ്റ്റിലുള്ള പണം മുഴുവൻ തൻ്റെതാണ് എന്ന് കരുതിയാൽ എന്തായിരിക്കും ഫലം? നാട്ടുകാരുടെ പൈസയാണത്. താൻ അത് ഡീല് ചെയ്യുന്നു, പൈസ വാങ്ങിക്കുകയും കൊടുക്കുകയും ചെയ്യുന്നു. അത് തൻ്റേതല്ല. പണത്തെ വ്യവഹരിക്കുന്നവന്, പണം കൊണ്ട് വ്യവഹരിക്കുന്നവനാണ് കാഷ്യർ. പക്ഷേ ആ പണം ആ കാഷ്യറുടെ സ്വന്തമല്ല. ഇതുപോലെ ജീവൻ ശരീരത്തെ ഉപയോഗിച്ച് വ്യവഹരിക്കുന്നവനാണ്. ആ ശരീരം ജീവൻ്റെതല്ല. ആ സത്യം തിരിച്ചറിയാതെ മോഹിതനായി ജീവിച്ചതുകൊണ്ടാണ് മരിക്കാൻ ജീവന്മാർക്ക് ഭയം തോന്നുന്നത്. അതിൻ്റെ ആവശ്യമില്ല. ഇത് പണ്ടേ ഇല്ല. ഇത് പലരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ്. അവരവരുടെ ഓഹരി അവർ വന്ന് ചോദിക്കുമ്പോൾ തിരിച്ചു കൊടുക്കേണ്ടതാണ് എന്നുള്ള വ്യക്തമായ അറിവോടുകൂടി ജീവിച്ചാൽ മരണത്തെ ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല. പക്ഷേ നമ്മുടെ ഉള്ളിലെ മോഹം അതിന് നമ്മെ അനുവദിക്കുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? എന്തായാലും മരണത്തിൽ ദുഃഖിക്കേണ്ട കാര്യമില്ല. ഇനി പറയുന്നു, മൃതശ്ചേന്ന ഭവേത് ഭൂയഃ സോത്രാപ്യുപചയോ മഹാൻ ഭാവാഭാവഗ്രഹോത്സർഗജ്വരഃ പ്രശമമാഗതഃ. ഇനി ഈ മരിച്ചയാൾ ആത്യന്തികമായി ഇല്ലാതെയായി പോകുന്നു, അതായത് അയാളുടെ പൂർണ്ണ നാശം സംഭവിച്ചിരിക്കുന്നു എന്ന് കരുതിയാൽ അപ്പോഴും ദുഃഖിക്കാൻ അവകാശമില്ല. ഒരാൾ മരിച്ചുപോയി, അയാൾ പുനർജനിക്കുന്നു, അയാൾ സൂക്ഷ്മ ശരീരത്തോടു കൂടി വേറെ എവിടെയോ ചെന്ന് ജനിക്കുന്നു, അല്ലെങ്കിൽ ഊർധ്വലോകങ്ങളിലേക്ക് യാത്രയാകുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ വേണ്ട,
അതൊന്നും വിശ്വസിക്കണ്ട. അയാൾ എന്നേക്കുമായി ഇല്ലാതായിപ്പോയി എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ, അതാണല്ലോ ചാർവാകന്മാരുടെ വിശ്വാസം. ഭസ്മാന്തസ്യ ശരീരസ്യ പുനരാഗമനം കുതഹ എന്നാണ് അവർ ചോദിക്കുന്നത്. ഒരു ശരീരം ചുടുകാട്ടിൽ കൊണ്ടുപോയി അതിനെ കത്തിച്ച് ചാമ്പലാക്കുന്നു, വെന്തു വെണ്ണീറാവുന്നു. ഇത് പുതിയ ഒരു ശരീരമായി എങ്ങനെ പരിണമിക്കും? കത്തിത്തീർന്നതിൽ നിന്ന് നവജീവനുമായി ഉയർത്തെഴുന്നേൽക്കാൻ നമ്മളാരും ഫീനിക്സ് പക്ഷികളല്ലല്ലോ. ഫീനിക്സ് പക്ഷി ഗ്രീക്ക് ഇതിഹാസത്തിലുള്ള ഒരു പക്ഷിയാണ്. അതിനെ കത്തിച്ച് ചാമ്പൽ, അത് താമസിക്കുന്നത് തന്നെ അഗ്നിപർവ്വതത്തിൻ്റെ ഉള്ളിലാണ്. കൊടും ചൂടിൽ അഗ്നിയുടെ മധ്യത്തിലാണ് ഈ ഫീനിക്സ് പറവ കഴിയുന്നത്. അതിനെ കത്തിച്ച് ചാരമാക്കിയാലും ആ ചാരത്തിൽ നിന്ന് അത് ഉയർത്തെഴുന്നേൽക്കും. അവരുടെ സങ്കല്പമാണ് ഗ്രീക്കുകാരുടെ ഫീനിക്സ്. അതിൻ്റെ ഇംഗ്ലീഷിലുള്ള സ്പെല്ലിംഗ് വളരെ രസമാണ്. PHOENIX. ഈ ഓയൊക്കെ എവിടുന്ന് വന്നോന്നുള്ളത് ദൈവത്തിനറിയാം. PHOENIX, ഫീനിക്സ് എന്ന് പറഞ്ഞാൽ മരിക്കാതെ മരണത്തിൽ നിന്ന് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് ആ ശൈലി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരാൾ പൂർണ്ണമായി മരിച്ചു എന്ന് തന്നെ വിചാരിക്കുക, അത് വലിയ ഒരു നേട്ടമല്ലേ? എങ്ങനെയാണ് നേട്ടമാവുന്നത്? ഇവിടുന്ന് രക്ഷപ്പെട്ടല്ലോ. ഒരാളെ ജയിൽ മോചിതനാക്കുന്നു എന്ന് വിചാരിക്കുക, ജയിലിൽ നിന്ന് തുറന്നു വിടുന്നു. അയാളെ സംബന്ധിച്ച് അതൊരു വൻ ലാഭമാണ്. ഈ കാരാഗ്രഹത്തിനകത്ത് കിടന്ന് ഗോതമ്പുണ്ടയും തിന്ന് കഴിയണ്ടല്ലോ. ഇപ്പം ഗോതമ്പുണ്ടയൊന്നുമല്ല, ചിക്കനും മട്ടണും ഒക്കെയാണ് കൊടുക്കുന്നത്, ആഹാരങ്ങൾ. കാരണം ജയിലിനകത്ത് വെച്ച് അയാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ എൻക്വയറിയായി ആ ജയിൽ സൂപ്രണ്ടും മറ്റുമൊക്കെ ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോൾ ജയിലിലൊക്കെ നല്ല പോഷകസമൃദ്ധമായ ആഹാരമാണ് കൊടുക്കുന്നത്. ഞാൻ അകത്ത് കയറിയിട്ടില്ല, കഴിച്ചിട്ടില്ല, പറഞ്ഞു കേട്ടതാണ്, പത്രങ്ങളിലൊക്കെ വായിച്ചതാണ്. ജോലി എടുപ്പിക്കും, പക്ഷെ നല്ലപോലെ ഭക്ഷണം തരികയും ചെയ്യും. വയറിന് വാട്ടമില്ല. ഓരോന്ന് പറഞ്ഞ് കൊതിപ്പിക്കല്ലേ എന്നല്ലേ? ഇതൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ജയിലിനകത്ത് ചെന്ന് കിടക്കാൻ തോന്നുന്നു. അങ്ങനെയൊന്നും വിചാരിക്കണ്ട, നമ്മൾ ഇപ്പോഴേ ജയിലിലാണ്. ഈ സംസാരം എന്ന് പറയുന്നത് വലിയ ഒരു കാരാഗ്രഹമാണ്. കുറേ കുറ്റവാളികളെ ഒരുമിച്ച് അടച്ചിട്ടിരിക്കുന്ന ഒരു കാരാഗ്രഹമാണ് ഈ സംസാരം. അതുകൊണ്ട് ഇതിനകത്തുള്ള മനുഷ്യനിർമ്മിതമായ ജയിലിൽ കഴിയണം എന്നൊന്നും ആഗ്രഹിക്കണ്ട. മൃതശ്ചേന്ന ഭവേത് ഭൂയഃ സോത്രാപ്യുപജയോ മഹാൻ. ഒരാൾ ഇവിടെ മരിച്ചുപോയി, അതോടുകൂടി അയാളുടെ കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അയാളുടെ ദുഃഖത്തിൽ നിന്നല്ല അയാൾ മോചിതനാവുകയല്ലേ ചെയ്യുന്നത്. അയാളുടെ വ്യക്തിത്വം തന്നെ ഇല്ലാതായി എന്ന് വിചാരിക്കുക. കഴിഞ്ഞു, ഒന്നും ബാക്കിയില്ല. ശരീരം കത്തിത്തീർന്നതോടുകൂടി ആ വ്യക്തിയുടെ വ്യക്തിത്വം തന്നെ ഇല്ലാതായി എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ അത് അയാളെ സംബന്ധിച്ച് വലിയ ഒരു നേട്ടമല്ലേ? രോഗങ്ങളില്ല, പ്രശ്നങ്ങളില്ല, ബുദ്ധിമുട്ടുകളില്ല, ടെൻഷനില്ല, ഭയമില്ല. ഈ ഭയമില്ല എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഒന്നുകൂടെ പറയട്ടാ. ഒരാൾ അർദ്ധരാത്രി ഒരു ശ്മശാനത്തിൻ്റെ അടുത്തുകൂടെ നടന്നു പോവുകയാണ്. അപ്പോൾ എതിരെ ഒരാൾ വരുന്നു. അപ്പോൾ ഈ ആദ്യം ആ നടന്നു പോയിക്കൊണ്ടിരുന്ന ആൾ പറഞ്ഞു, ഓ ഭാഗ്യം കേട്ടോ, നിങ്ങളെ കണ്ടത് നന്നായി. ഞാൻ വല്ലാതെ ഭയപ്പെട്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഭൂതപ്രേതങ്ങളെയൊക്കെ പിശാചുക്കളെയൊക്കെ വലിയ പേടിയാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് അങ്ങനെ പേടിയുണ്ടായിരുന്നു. അപ്പോൾ വന്നവൻ പ്രേതമാണ്. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് ഭൂതപ്രേതങ്ങളൊക്കെ ഭയം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ മരിച്ചു കഴിഞ്ഞു, ഞാൻ തന്നെ ഒരു പ്രേതമായി മാറി, ഇപ്പം എനിക്ക് ഭയമില്ല എന്ന് പറഞ്ഞതുപോലെ മരിച്ചവന് ഒരു പ്രശ്നവും ഇല്ല. അയാളെ സംബന്ധിച്ച് അതൊരു വലിയ ദുഃഖമോചനമാണ്. ഭാവാഭാവഗ്രഹോത്സർഗജ്വര പ്രശമമാഗത. എന്തുകൊണ്ടാണ് ആത്യന്തികമായ നാശത്തെ വസിഷ്ഠ മഹർഷി
ഒരു വലിയ നേട്ടമായി ചിത്രീകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ ജനിക്കുക, വളരുക, ജീർണിക്കുക, മരിക്കുക, പിന്നെയും ജനിക്കുക, വളരുക, ജീർണിക്കുക, മരിക്കുക, ഇത് എത്ര കാലമായി? ഇതിൽ നിന്നും ഒരു മോചനം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് മോശപ്പെട്ട ഒരു കാര്യമാണോ? അതൊരു വലിയ നേട്ടമല്ലേ? ചത്ത് അതോടുകൂടെ തീർന്ന് അയാളുടെ കഥ കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവുമില്ല. ഇത് പിന്നെയും ജനിക്കുന്നു, അവിടെ ഇരുന്ന് വേറെ പുതിയ കുടുംബം എന്തൊക്കെയോ ചെയ്യുന്നു, അവസാനം നേടിയതും സ്വന്തമാക്കിയതും വെട്ടിപ്പിടിച്ചതും തട്ടിയെടുത്തതും എല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരൊറ്റ പോക്ക് പിന്നെയും ജനിക്കുന്നു. ഇതെന്തിനിത്? അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിത്വം പൂർണ്ണമായി ഇല്ലാതാവുന്നു എന്ന് വിചാരിച്ചാലും അതൊരു വലിയ നേട്ടം തന്നെയാണ് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. ഭാവം അഭാവം, ഭാവം ജനനം, അഭാവം മരണം. ഈ ജനന മരണങ്ങൾ മാറി മാറി പ്രത്യക്ഷപ്പെടുന്നത് ഒരു തരത്തിലുള്ള, അത് തന്നെ ഒരു വലിയ ദുഃഖമാണ്. വീണ്ടും വീണ്ടും ജനിക്കുക, മരിക്കുക, അതിൽ നിന്ന് അയാൾക്ക് രക്ഷ നേടാൻ കഴിഞ്ഞുവല്ലോ. അതുകൊണ്ടത് തീർച്ചയായും ഒരു നേട്ടം തന്നെയാണ്. യദി പുനർജന്മ നാസ്ത്യേവ ഇതി വോ ഭ്രമഃ തഥാപി വിഷാദോ നോചിതഃ. പുനർജന്മം ഇല്ല എന്ന് പറയുന്നതിനോട് വസിഷ്ഠ മഹർഷി യോജിക്കുന്നില്ല. പുനർജന്മം ഇല്ല എന്ന ഭ്രമത്തിലാണ് നിങ്ങൾ പെട്ടിരിക്കുന്നതെങ്കിൽ, അതായത് ജീവന് പുനർജന്മമില്ല എന്ന് നിങ്ങൾ കരുതുകയാണെങ്കിൽ, അപ്പോഴും വിഷാദത്തിന് വകയില്ല, ദുഃഖിക്കേണ്ട കാര്യമില്ല. മരണാദേവ സർവ അനർത്ഥപ്രാപ്തി നിവാരണാദിത്യാഹ. മരണമെന്ന് പറയുന്നത് ഒരു വലിയ മോചനമാണ്, എ ഗ്രേറ്റ് എസ്കേപ്പ്. പലർക്കും ജീവിതം അസഹ്യമായി തോന്നുന്നത് കൊണ്ടാണ് അവർ ആത്മഹത്യ ചെയ്യുന്നത്. മനുഷ്യൻ ജീവിതത്തെ അപേക്ഷിച്ച് മരണത്തെ എന്തുകൊണ്ട് കൂടുതൽ ആഗ്രഹിക്കുന്നു? അതുകൊണ്ടാണല്ലോ ഒരാൾ മരിക്കാൻ തയ്യാറാവുന്നത്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അജ്ഞതയാണ് കാരണം. എന്നാലും ഈ ജീവിതം അയാളെ സംബന്ധിച്ച് അത്ര കണ്ട് ദുരിത സമ്പൂർണമായി തീർന്നിരിക്കുന്നു. അയാൾക്ക് ഒരടി പോലും, ഒരിഞ്ച് പോലും ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള അവസ്ഥയിൽ അയാൾ എത്തിച്ചേർന്നു. അതിനെ അപേക്ഷിച്ച് അതിൽ നിന്നൊരു മോചനം മരണമാണെങ്കിൽ അതിനെ അയാൾ ആശ്രയിക്കുന്നു. അതിലെന്താ തെറ്റ്? പക്ഷെ അപ്പോഴും അയാളുടെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല, അതയാൾ മനസ്സിലാക്കുന്നില്ല. എന്നാലും ജീവിതത്തെക്കാളും മരണത്തെ മനുഷ്യർ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അഭിലഷിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ദുഃഖമോചനം തന്നെയാണ് ഒരർത്ഥത്തിൽ ഈ മരണം. മരണാദേവ സർവാനർത്ഥ പ്രാപ്തി നിവാരണാദിത്യാഹ ഉപജയ പുരുഷാർത്ഥോത്കർഷ. ഉപജയം എന്ന് പറഞ്ഞാൽ നേട്ടം എന്നാണ് അർത്ഥം. ഇനി ജനിക്കാതെ ആവുക എന്ന് പറഞ്ഞാൽ അതൊരു നേട്ടം തന്നെയാണ്. ഒരാൾക്ക് മരണത്തിലൂടെ അങ്ങനെ വീണ്ടും ജനിക്കാത്ത ഒരവസ്ഥയാണ് അയാൾക്ക് കൈവരുന്നതെങ്കിൽ അതിൽ ദുഃഖിക്കേണ്ട കാര്യമില്ല. മരണം ജീവിതം തസ്മാൻ ന ദുഃഖം ന സുഖം യതഃ നാസ്ത്യേവൈതച്ഛിദാകാശഃ കിലേത്ഥമഭിജൃംഭതേ. രാമ, ഈ മരണം ജീവിതം, മരണം ദുഃഖമാണ്, ജീവിതം സുഖകരമാണ്, അല്ലെങ്കിൽ ജനനം സുഖപ്രദമാണ്, മരണം ദുഃഖപ്രദമാണ്, ഇങ്ങനെയൊക്കെ മനുഷ്യർ വിചാരിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ തെറ്റിദ്ധാരണകളാണെന്ന്. എന്തുകൊണ്ടെന്നാൽ മരണവും ജീവിതവും ഈ ആത്മാവിനില്ല. അത് നിരന്തരമായ അസ്തിത്വമാണ്. അത് ജനിക്കുന്നില്ല, കാരണം ജനിക്കേണ്ട കാര്യമില്ല എന്നുള്ളതിന് എന്തിനാണ് ജനിക്കേണ്ടത്? ഉണ്മ സ്വരൂപമായിരിക്കുന്നത് കൊണ്ട് തന്നെ അതിന് മരണം സാധ്യവുമല്ല. പിന്നെ ഈ ജനിക്കുന്നു മരിക്കുന്നു, അതിൻ്റെ ആ രണ്ട് അവസ്ഥകളുടെ ഇടയ്ക്കുള്ള ജീവിതം, ഇതിനൊന്നും ഒരർത്ഥവുമില്ല. നമ്മൾ വെറുതെ മസിൽ പിടിച്ച് നമ്മുടെ സ്വസ്ഥത നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് ഈ മസിൽ പിടിത്തം? എന്തോ വലിയ കാര്യങ്ങൾ നടത്തുന്നതായിട്ടും ഞാനാണ് ഗൃഹനാഥൻ, കുടുംബനാഥൻ. മരണം ജീവിതം തസ്മാൻ ന ദുഃഖം ന സുഖം യതഃ. മരണവും ജീവിതവും യഥാക്രമം ദുഃഖമോ
സുഖമോ അല്ല. നാസ്ത്യേവ, ആ രണ്ടും ഇല്ല. മരണമെന്ന് പറയുന്നതും ജീവിതമെന്ന് പറയുന്നതും ഇല്ല. ജനനത്തെ തുടർന്ന് സംഭവിക്കുന്നതാണ് ജീവിതം. അപ്പോൾ ജനന മരണങ്ങൾ തന്നെ ഇല്ല, അവയുടെ ഇടയ്ക്കുള്ള ജീവിതവുമില്ല. പിന്നെ എന്താണ്? ഏതച്ചിദാകാശ, ഇത് ബോധ ആകാശമാണ്, ബ്രഹ്മമാണ് ഈ പ്രപഞ്ചമായി കാണപ്പെടുന്നത്. അത് മാത്രമേ യഥാർത്ഥത്തിൽ നിലവിലുള്ളൂ. അതിൽ ഉണ്ടെന്ന് തോന്നുന്നതാണ് എല്ലാ ദ്വൈത ഭ്രമങ്ങളും. അതുമാത്രമാണ് യഥാർത്ഥത്തിൽ സത്യമായിട്ടുള്ളത്. ഇത് ചിദാകാശം തന്നെയാണ് രാമ. കില ഇത്തം അഭിജൃംഭത്തെ, ചിദാകാശത്തിൽ വെറുതെ പൊന്തിമറയുന്ന കഴമ്പില്ലാത്ത കുറേ കാഴ്ചകൾ. ഇതിനെന്തിന് പ്രാധാന്യം നൽകുന്നു? അധിഷ്ഠാന സത്തയെ അറിയൂ. ഏതിലാണ് ഈ പ്രപഞ്ചം ഉണ്ടായി നിലനിന്ന് നശിക്കുന്നതായി തോന്നുന്നത്? അതിനെ കണ്ടെത്താൻ ശ്രമിക്കൂ. അതിനെ കണ്ടെത്താൻ പുറമേ അന്വേഷിക്കേണ്ട കാര്യമില്ല. അവനവൻ്റെ സ്വത്വത്തിലേക്ക് ശ്രദ്ധ പതിപ്പിച്ചാൽ മാത്രം മതി. ശ്രദ്ധ അന്തർമുഖമായാൽ ആ സത്യത്തെ നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇങ്ങനെ ഒരു പ്രയാസവും കൂടാതെ ഈ ആത്മതത്വത്തെ സാക്ഷാത്കരിക്കാമെന്നിരിക്കെ എന്തൊക്കെയോ ചെയ്തുകൊണ്ട് സാധന എന്ന പേരിൽ മനുഷ്യർ എന്തെല്ലാമോ ചെയ്ത് അവരുടെ ജീവിതത്തെ വ്യർത്ഥമാക്കി തീർക്കുന്നു. അവസാനം സാധന ചെയ്ത് ചെയ്ത് തളരുന്നു, ക്ഷീണിക്കുന്നു. അവസാനം എന്താ? എനിക്ക് സാധന ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള വിഷമം. ഈ വിഷമം മാറ്റാനല്ലേ നിങ്ങൾ സാധന ചെയ്യാൻ ആരംഭിച്ചത്? അല്ലേ? വിഷമം, ദുഃഖം ഇവ നീങ്ങാനാണല്ലോ സാധന തുടങ്ങിയത്. അവസാനം സാധന ചെയ്യാൻ പറ്റാതായി തീരുമ്പോൾ എനിക്ക് സാധന ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ദുഃഖമായി. നാറാണത്തെ ഭ്രാന്തൻ്റെ ഇടത് കാലിലെ മന്ത് വലത് കാലിലേക്ക് മാറിയതുപോലെയായി. മന്ത് അതുപോലെ തന്നെ ഉണ്ട്. രോഗം മാറിയിട്ടില്ല, ദുഃഖം അതുപോലെ തന്നെ ബാക്കി നിൽക്കുന്നു. നേരത്തെ പ്രാപഞ്ചിക ദുഃഖങ്ങളായിരുന്നു പ്രശ്നം. ഇപ്പോൾ സാധന ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള കാര്യത്തിലാണ് ദുഃഖം. എന്ത് പ്രയോജനം ഈ സാധന കൊണ്ട്? പൂർണ്ണമായ ദുഃഖമോചനം, അതാണ് സാധനയിലൂടെ നാം നേടേണ്ടത്. അപ്പോൾ ചിദാകാശം തന്നെയാണ് പ്രപഞ്ചമായി വിജൃംഭിക്കുന്നത്. അതുകൊണ്ട് ഈ കാഴ്ചകളിൽ മോഹിച്ചു പോകണ്ട എന്നാണ് പറയുന്നത്. ഇത്തം ജന്മമരണയോഹോ സതോരവി യത്ര ന ദുഃഖപ്രസക്തി തത്ര ആത്യന്തം തത്ര അത്യന്തം അസതോഹോ തയോർ ദൂരെ തത് പ്രസക്തിരിത്യാശയേന ഉപസംഹരതി. ജനനമരണങ്ങൾ തന്നെ ഇല്ലെങ്കിൽ അവയുടെ നടുക്കുള്ള ഈ ജീവിതത്തിൽ മനുഷ്യർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അതും അവയും ഇല്ലാത്തത് തന്നെ. അതുകൊണ്ട് ഇവിടെ ദുഃഖത്തിന് പ്രസക്തിയേ ഇല്ല, ദുഃഖിക്കേണ്ട കാര്യമില്ല എന്നാണ് രാമനെ പറഞ്ഞു കേൾപ്പിക്കുന്നത്. ഇനി ഇതിപ്പോൾ മരിച്ചാൽ അതോടുകൂടി അയാളുടെ കഥ കഴിഞ്ഞു, ഒന്നും മരണത്തിന് ശേഷം ബാക്കി നിൽക്കുന്നില്ല എന്നുള്ള സിദ്ധാന്തത്തെ അംഗീകരിച്ചാലാണ് ഇങ്ങനെ ഒരു അഭിപ്രായം വസിഷ്ഠ മഹർഷി പറയുന്നത്. ഇനി പുനർജന്മമുണ്ട് എന്ന് വിചാരിച്ചാൽ എല്ലാ വീക്ഷണകോണുകളെയും എടുത്ത് അവയെ അനലൈസ് ചെയ്യുകയാണ്. മൃതസ്യ ദേഹലാഭശ്ചേത് നവയേവ തദുത്സവഃ മൃതിർനാശോ ഹി ദേഹസ്യ സാ മൃതി പരമം സുഖം. മൃതന്, മരിച്ച ഒരു വ്യക്തിക്ക് ദേഹലാഭം എന്ന് പറഞ്ഞാൽ പുനർജന്മം. അയാൾ വീണ്ടും എവിടെയോ ജനിക്കുന്നു, അയാൾക്കൊരു ദേഹം വീണ്ടും ലഭിക്കുന്നു എന്നാണ് വിശ്വസിക്കുന്നതെങ്കിൽ അത് വലിയൊരു ഉത്സവമാണ്. ദേഹമില്ലാതെ അലഞ്ഞു നടന്ന ഒരു ആത്മാവിന് ദേഹം ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉടുതുണിയില്ലാതെ അലഞ്ഞവന് ഉടുതുണി കിട്ടിയതുപോലെയാണ്. വിശന്ന് വലഞ്ഞവന് ആഹാരം കിട്ടുന്നത് പോലെയാണ്. ശരീരമില്ലാതെ
അയാൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ അയാളുടെ ആയുസ് അവസാനിച്ചു. ശരീരത്തിൽ നിന്ന് അയാൾ പുറത്തേക്ക് വലിച്ചിഴയ്ക്കപ്പെട്ടു. പ്രകൃതി ആ ജീവന് ശരീരത്തിൽ നിന്ന് അടിച്ച് പുറത്താക്കുകയാണ് ചെയ്തത്. ഇപ്പം അയാളുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളെ അദ്ദേഹം എങ്ങനെ പൂർത്തീകരിക്കും? അനുഭവിക്കണമെങ്കിൽ, ഇവിടുത്തെ സുഖഭോഗങ്ങൾ അനുഭവിക്കണമെങ്കിൽ ഒരു ശരീരം കൂടിയേ തീരൂ. അങ്ങനെ വിശന്നു വലഞ്ഞിരിക്കുന്ന ആ ആത്മാവിന് ദേഹമില്ലല്ലോ, എനിക്ക് സുഖങ്ങളൊന്നും അനുഭവിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ദുഃഖിച്ച് കഴിയുന്ന ആ ആത്മാവിന് പുതിയ ഒരു ദേഹം കിട്ടുന്നെങ്കിൽ അതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? കാരാഗ്രഹമാണെന്ന് മനസ്സിലാക്കാതെ ചത്തുപോയവൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ഇത് കാരാഗ്രഹമാണ് എന്ന സത്യം അറിയാതെ ഇത് ആസ്വദിക്കാനുള്ള, പലതരം ഭോഗങ്ങൾ അനുഭവിക്കാനുള്ള ഒരു ലോകമാണ് ഈ ഭൂമി എന്ന് കരുതുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾക്ക് മരണം എന്ന് പറയുന്നത് തീർച്ചയായും ദുഃഖകരമായിരിക്കും. അയാൾക്ക് പുതിയ ഒരു ശരീരം ആവശ്യമുണ്ട്, എന്നാലേ അനുഭവിക്കാൻ പറ്റൂ. തിന്നാനും കുടിക്കാനും ഒക്കെ ശരീരം വേണ്ടേ? ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കാൻ ദേഹം വേണ്ടേ? അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ദേഹമില്ലാതെ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക്, ഒരു മരിച്ചുപോയ ഒരു പരേതാത്മാവിന് ദേഹം ലഭിക്കുക എന്നുള്ളത് ആ ജീവനെ സംബന്ധിച്ച് വലിയ ഒരു ഉത്സവമാണ്. അതിൽ പരം സന്തോഷം അയാൾക്ക് വേറൊന്നുമില്ല. മൃതർനാശോഹി ദേഹസ്യ, മരണം എന്ന് പറയുന്നത് ദേഹത്തിൻ്റെ നാശമാണ്. ശരീരനാശത്തെയാണ് മരണം എന്ന് തത്വജ്ഞാനികൾ പറയുന്നത്. ശരീരം നശിക്കും, ആത്മാവ് നശിക്കുന്നില്ല. അത് പുതിയ ഒരു ശരീരത്തെ സ്വീകരിക്കും. അപ്പോൾ പിന്നെ ഇവിടെ എന്താണ് ദുഃഖിക്കാനുള്ളത്? മൃതർനാശോഹി ദേഹസ്യ സാ മൃതി പരമം സുഖം. വയ്യാത്ത ഒരു ശരീരം, വാർദ്ധക്യം ഗ്രസിച്ച, വാർദ്ധക്യം ഏതാണ്ട് കാർന്ന് തിന്നു കഴിഞ്ഞ ഒരു ശരീരത്തിൽ നിന്ന് ഒരു ജീവൻ മുക്തനാകുന്നു എന്ന് പറയുമ്പോൾ അത് അത്യന്തം സുഖദായകമല്ലേ? ക്യാൻസർ വാർഡിലൊക്കെ കിടക്കുന്ന ആൾക്കാർ RCCയിൽ ഡോക്ടർമാരോട് പറയണം, ഞങ്ങൾക്ക് ഈ വേദന തിന്നുള്ള ജീവിതം വേണ്ട, ഞങ്ങളെ ഒന്ന് കൊന്നു തരുമോ ഡോക്ടറെ എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. പക്ഷേ അതിന് നമ്മുടെ നിയമം അനുവദിക്കുന്നില്ല. ദയാവധം അത് നമ്മുടെ രാജ്യത്തിൽ ഇനിയും അത് അതിന് നിയമസാധുത കിട്ടിയിട്ടില്ല. ഒരാൾ പറയാണ്, എനിക്ക് ജീവിക്കണ്ട, എനിക്ക് ജീവിച്ച് മടുത്തു, ഐ വാണ്ട് ടു ഡൈ, എനിക്ക് മരിക്കണം. കാരണം ഈ ജീവൻ എൻ്റേതാണ്. ജീവിക്കണോ മരിക്കണോ എന്നുള്ള സ്വാതന്ത്ര്യം പോലും എനിക്ക് ഇവിടെ ഇല്ലെങ്കിൽ 1947 ആഗസ്റ്റ് 15 ഭാരതം സ്വതന്ത്രമായി എന്ന് പറയുന്നതിൽ എന്തർത്ഥം? ഒരാൾക്ക് ജീവിക്കാനോ മരിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം പോലും നമ്മുടെ ഭാരതദേശത്തില്ല. ഞാൻ ദയാവധത്തെ അനുകൂലിക്കുന്നു എന്നൊരിക്കലും വിചാരിക്കരുത്. അതല്ലേ വാസ്തവത്തിൽ അടിസ്ഥാനപരമായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ആത്മഹത്യ എന്ന് പറയുന്നത് കുറ്റമാണ്. ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച് അതിൽ പരാജയപ്പെട്ട അയാൾക്കെതിരെ കേസെടുക്കും. ആത്മഹത്യ ചെയ്യാൻ പാടില്ല എന്നാണ്. എൻ്റെ ശരീരം, എൻ്റെ ജീവൻ, എൻ്റെ ജീവിതം എനിക്ക് മതി എന്ന് തീരുമാനിച്ച് ഞാൻ മരിക്കാൻ തയ്യാറായാൽ എനിക്കെതിരെ കേസെടുക്കുന്നു. പക്ഷേ എന്ത് ചെയ്യുക, നമ്മുടെ നിയമവ്യവസ്ഥ അങ്ങനെ ആയിപ്പോയി. ഇപ്പോൾ ദുഃഖത്തിൽ കഴിയുന്ന ഒരു വ്യക്തിയുടെ ദേഹത്യാഗം അഥവാ മരണം അയാളെ സംബന്ധിച്ച് പരമമായ സുഖമാണ്. കടുത്ത വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ചുറ്റുമുള്ളവർ തന്നെ പറയും, ഭാഗ്യം അദ്ദേഹം രക്ഷപ്പെട്ടു. മരിച്ചു പോവുകയാണ് ചെയ്തത്, ഭാഗ്യം അദ്ദേഹം രക്ഷപ്പെട്ടു. നമ്മൾ തമിഴിൽ വേറെന്ന് പറയാറുണ്ട്, കിടക്കാമ ചെത്തുപോനാർ. എന്ന് പറഞ്ഞാൽ കിടന്ന് നരകിക്കാതെ ചത്തുപോയി എന്ന്. കഷ്ടപ്പെടാമ പോയി ചേന്താൻ, കഷ്ടപ്പെടാതെ ഒന്നും അദ്ദേഹം പോയിട്ടില്ല. ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം പോയത്.
പിന്നെ മരിക്കുന്ന സമയത്ത് ആ നരകവേദനയോ അല്ലെങ്കിൽ ആശുപത്രി കിടന്നുള്ള ആ ബുദ്ധിമുട്ടുകളോ ഒന്നും അദ്ദേഹം അനുഭവിച്ചില്ല. സുഖകരമായ മരണം, അനായാസേന മരണം, വിനാ ദൈന്യേന ജീവിതം, ദേഹിമേ കൃപയാ ശംഭോ. ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. ഭഗവാനെ, ജീവിതത്തിൽ ആയാസമൊന്നും ഉണ്ടാവരുത്, അല്ല, മരണം അനായാസമായിരിക്കണം. ജീവിതത്തിൽ ദൈന്യത എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ എന്നോട് സഹതാപം കാണിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാതിരിക്കണം. ആരുടെയും കരുണയ്ക്ക് ഞാൻ പാത്രമായി തീരരുത്. മറ്റുള്ളവരെ ആശ്രയിച്ച് ഞാൻ ജീവിക്കാനിടയാകരുത്. ഇതൊക്കെയാണ് പണ്ടുള്ളവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴുള്ളവർക്കാണെങ്കിൽ പൊന്നും പണവും സ്ഥാനമാനങ്ങളും ഒക്കെയാണ് വേണ്ടത്. അപ്പം മരണമെന്നുള്ളത് ദേഹത്തിൽ നിന്നുള്ള ഒരു വിമുക്തി ആയതുകൊണ്ട് ഒരർത്ഥത്തിൽ അത് പരമമായ സുഖമാണ്. മൃതസ്യ ദേഹലാഭോസ്തിവ നവ ഇതി സന്ദേഹാദേവ മരണാത് ഭയമിതി മന്വാനം പ്രതി ഉക്തമേവാർത്ഥം ഭംഗ്യന്തരേണാഹ. ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വീണ്ടും മറ്റൊരു ശരീരം കിട്ടുമോ ഇല്ലയോ, ഇങ്ങനെ സംശയിക്കുന്ന വ്യക്തികളോടാണ് വസിഷ്ഠ മഹർഷി ഇങ്ങനെ പറയുന്നത്. എടോ, തനിക്ക് ആഗ്രഹങ്ങളുണ്ടോ? ജീവിച്ച് തൃപ്തി വന്നോ? ചെയ്യേണ്ടതൊക്കെ ചെയ്തു തീർത്തോ? ഇല്ല, എനിക്കിനി പലതും അനുഭവിക്കാനുണ്ട്, പലതും ചെയ്തു തീർക്കാനുണ്ട്. പേടിക്കണ്ട മോനെ, നിനക്ക് ഒന്നല്ല ആയിരക്കണക്കിന് ശരീരങ്ങൾ ഇവിടെ കിട്ടും. പക്ഷേ ഓരോ ശരീരം നേടാനും നീ ഓരോ ജീവിയുടെ ഗർഭപാത്രത്തിൽ കഴിയേണ്ടതായി വരും. കാരണം ഗർഭകോശത്തിൽ കിടക്കാതെ ശരീരവുമായിട്ട് പുറത്തു വരാൻ പറ്റില്ല. ജനിക്കുക എന്ന് പറഞ്ഞാൽ ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിനെയാണല്ലോ ജനിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗർഭവാസം അനുഭവിക്കാതെ ഒരു ശരീരവുമായി ഒരു ജീവിയും ഈ ലോകത്ത് പ്രത്യക്ഷപ്പെടില്ല. ഇപ്പം മരണത്തിന് ശേഷം ഒരു ജീവന് ദേഹം ലഭിക്കുമോ ഇല്ലയോ എന്ന് സംശയിക്കുന്ന ഒരു വ്യക്തിക്കാണ് മരണഭയം ഉണ്ടാവുന്നത്. എന്തുകൊണ്ട്? ഈ ശരീരം ഇപ്പം എൻ്റെ സ്വന്തമായിട്ടുണ്ട്, ഇതിലാണ് ഞാൻ കഴിയുന്നത്, ഇതിനെ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ജീവിതം ജീവിച്ചത്. ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ ശരീരം എന്തായാലും നഷ്ടമാകും. മറ്റൊരു ശരീരം കിട്ടും എന്നുള്ളതിന് എന്താണ് ഉറപ്പ്? അപ്പോൾ എനിക്ക് അത് വേണം, ഇത് വേണം, എനിക്ക് പലതും എനിക്ക് അനുഭവിക്കാനുണ്ട്. കൊച്ചുകുട്ടികൾ ശാഠ്യം പിടിച്ച് കരയുന്നത് പോലെ. അപ്പോൾ അതൊക്കെ എന്തു ചെയ്യും? മറ്റൊരു ദേഹം കിട്ടുമോ എന്നുള്ളതിന് എന്താ ഉറപ്പ്? എന്ന് വെച്ച് ചാവാതിരിക്കാൻ പറ്റുമോ? ഇവിടെ എല്ലാവരും മരിച്ചേ പറ്റൂ. അപ്പം അങ്ങനെ ഒരു സംശയം, ഒരു പുതിയ ശരീരം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള സംശയത്തിൽ നിന്നാണ് മരണഭയം ഉണ്ടാവുന്നത്. എനിക്ക് മറ്റൊരു ശരീരം തീർച്ചയായും ലഭിക്കും എന്ന് ഉറപ്പുള്ള ഒരു വ്യക്തിക്ക് മരണത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല. ഉണ്ടോ? നമ്മൾ ഈ പുനർജന്മം എന്നൊക്കെ നമ്മൾ പറയുന്നു എന്നുള്ളതല്ലേ, നമുക്കതിൽ പൂർണ്ണ വിശ്വാസമില്ല. ഇതെങ്ങാനും കത്തിച്ച് ചാമ്പലായി പോയി കഴിഞ്ഞാൽ നമ്മുടെ ശ്മശാനം എന്ന് പറയുന്നത് ഈ കുഞ്ചാലുമൂടാണ്. നിങ്ങൾ കയറി വരുന്ന ആ റെയിൽവേ ട്രാക്കിൻ്റെ അതിനടുത്തുള്ള ഒരു വലിയ കോമ്പൗണ്ടാണ് ബ്രാഹ്മണരുടെ രുദ്രഭൂമി. രുദ്രഭൂമി എന്ന് പറഞ്ഞാൽ ശ്മശാനം, ചുടുകാട് എന്നർത്ഥം. അപ്പോൾ നമ്മുടെ വീട്ടിന് വളരെ അടുത്താണ്. ആ റോഡ് ക്രോസ് ചെയ്താൽ മതി. ഇവിടെയൊക്കെ ആണെങ്കിൽ പിന്നെ ഇപ്പോൾ എല്ലാ ആംബുലൻസിലാണ് കൊണ്ടുപോകുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ 4 പേര് ചുമന്ന് കൊണ്ടുപോകും. ഉത്തരേന്ത്യക്കാർ പറയുന്നത് രാം നാം സത്യ ഹേ, രാം നാം സത്യ ഹേ. പറയുന്നവനും അർത്ഥം അറിഞ്ഞൂടാ, ശവമായിട്ട് കിടക്കുന്നവനും അതിൻ്റെ അർത്ഥം അറിഞ്ഞൂടാ, മറ്റുള്ളവർക്കും അതിൻ്റെ അർത്ഥം അറിയില്ല. എന്താണ്? രാമൻ്റെ നാമം മാത്രമാണ് സത്യം എന്ന് പറഞ്ഞാൽ രാമൻ പരമാത്മാവ് മാത്രമാണ് സത്യം. ഈ ജീവിതവും ജീവിതത്തിലുള്ള സുഖദുഃഖങ്ങളും ഈ മരണവും പുനർജന്മവും എല്ലാം വെറും തോന്നലാണ് എന്ന അർത്ഥത്തിലാണ് അവർ രാം നാം സത്യ ഹേ എന്ന് പറയുന്നത്. അപ്പോൾ മരണമെന്നുള്ളത് ആത്യന്തിക നാശമാണ് എന്ന് കരുതിയാലും, അല്ല പുതിയൊരു ശരീരം ആ പരേതാത്മാവിന് ലഭിക്കും എന്ന് കരുതിയാലും, രണ്ടായാലും ദുഃഖിക്കാൻ അവകാശമില്ല.
ഇനി എന്ത് പറയുന്നു നോക്കാം. മൃതിരത്യന്തനാശശ്ചേത് തദ്ഭവാമയ സംക്ഷയഃ ഭൂയ ശരീരലാഭശ്ചേന്നവയേവ തദുത്സവഃ. മരണം എന്നുള്ളത് ആത്യന്തിക നാശമാണെന്ന് കരുതിയാൽ, ആത്യന്തിക നാശം എന്ന് പറഞ്ഞാൽ ആ ജീവൻ തന്നെ ഇല്ലാതാവുന്നു, പുനർജന്മം ഇല്ല, ആ ശരീരം കത്തിച്ചാമ്പലാകുന്നതോടുകൂടി ആ വ്യക്തിയുടെ തന്നെ സമ്പൂർണ്ണ നാശം സംഭവിക്കുന്നു അത് എന്ന് കരുതിയാൽ അതിനെയാണ് ആത്യന്തിക നാശം എന്ന് പറയുന്നത്. മരണം ഒരു ആത്യന്തിക നാശം ആണെങ്കിൽ അത് തന്നെയല്ലേ മോക്ഷം? മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? ഇനി ജനിക്കാതിരിക്കുന്ന അവസ്ഥ. മോക്ഷമല്ലേ അയാൾക്ക് കിട്ടുന്നത്? യോഗിമാരും മറ്റ് സാധകന്മാരും ഒക്കെ എന്തൊക്കെ പ്രയാസപ്പെട്ട് എന്തൊക്കെ സാധനകൾ ചെയ്ത് എത്ര ജന്മങ്ങൾ പരിശ്രമിച്ചതിന് ശേഷമാണ് ഈ ജനിക്കാത്ത ഒരു സ്ഥിതി, മോക്ഷം അവർക്ക് ലഭിക്കുന്നത്. ഇത് ഒരു പ്രയാസവും കൂടാതെ അയാൾക്ക് ജനന പരമ്പരകളിൽ നിന്ന് അഥവാ മരണ പരമ്പരകളിൽ നിന്ന്, അതുമല്ലെങ്കിൽ പുനർജന്മങ്ങളിൽ നിന്ന് മോചനം കിട്ടുന്നു എങ്കിൽ എന്തിനു ദുഃഖിക്കണം? രക്ഷപ്പെട്ടില്ലേ ഇവിടുന്ന്? മൃതിരത്യന്തനാശശ്ചേത് ഭവാമയ സംക്ഷയഃ. ഭവം സംസാരം, ജനനമരണ രൂപത്തിലുള്ള ഈ സംസാരം ഇതൊരു രോഗമാണ്. ഈ രോഗത്തിൽ നിന്ന് മുക്തി നേടുക എന്ന് പറഞ്ഞാൽ അതിൽ ദുഃഖിക്കാൻ എന്താണുള്ളത്? ആഹ്ലാദിപ്പിൻ, ആഹ്ലാദിപ്പിൻ. ഇതൊക്കെ പറയാം, ഇതെല്ലാം പറയാം, കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ അണ്ടിയോടടുക്കുമ്പോൾ അറിയാം മാങ്ങയുടെ പുളി. എനിക്ക് വയ്യാണ്ടായി, ഞാൻ ആവുമ്പോൾ ഈ മരണഭയം പതുക്കെ തല പൊന്തിക്കും. പൊന്താതിരുന്നാൽ നല്ലത്. ഈ വാസിഷ്ടമൊക്കെ കേട്ടതുകൊണ്ട് പ്രയോജനം ഉണ്ടായി എന്ന് കരുതാം. ആ മരണഭയം നമുക്കാർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഇപ്പോഴത്തെ ഇതല്ല. ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേല്, അവനവൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ച അപ്പം കാര്യം ഗുരുതരമാവും. മറ്റുള്ളവർ മരിക്കുമ്പോൾ നമുക്ക് പറയാം മനുഷ്യജീവിതം എന്ന് പറയുന്നത് നിസ്സാരമാണ്, എത്രയോ ആളുകൾ മരിച്ചു. അലക്സാണ്ടറിനെ പോലെയുള്ള ലോകജേതാക്കൾ, ലോകം മുഴുവൻ പിടിച്ചടക്കാൻ ശ്രമിച്ച വലിയ വലിയ രാജാക്കന്മാർ മരിച്ചു. പിന്നെന്തോന്ന്? ഇത്രയൊക്കെ ഉള്ളൂ സുഹൃത്തെ. ഓക്കെ, നിങ്ങൾ മരണത്തോടടുക്കുമ്പോൾ ഈ ഡയലോഗ് അടിക്കുമോ? അല്ല, നമ്മുടെ മരണം എന്ന് പറയുമ്പോൾ, നമ്മുടെ മരണം വരുമ്പോഴാണ് ശരിക്കും ഭയരഹിതനായി സ്ഥിതി ചെയ്യേണ്ടത്.